ചിന്തിച്ച് റെഡിയല്ലേ? 25 വർഷത്തെ വികസന നേട്ടം കേരളത്തിലെയും കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. കൊല്ലത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നിങ്ങൾ ടൗൺ ഹാൾ ഉണ്ടാക്കി, നിങ്ങൾ പാലം പണിതു, നിങ്ങൾ ഓഡിറ്റോറിയം ഉണ്ടാക്കി, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എന്ത് കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് നടപ്പിലാക്കിയെന്ന് പറ. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ 30 വർഷത്തെ LDFന്റെ ഭരണം ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ ജനസദസ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താ ജെറോം പരിശോധിക്കാൻ തയ്യാറാകും. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പൊ ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. എന്ത് കലക്കണം കലക്ക, ഇനി ഞാൻ കലക്കും. ഞങ്ങൾ മതില് കെട്ടി ആളുകളെ മറയ്ക്കുകയല്ല, മറിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിദാരിദ്ര്യം ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ചിന്ത ചേച്ചി കൊല്ലത്ത് ചെന്ന് നിന്നൊന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് വന്ന ഒരു മറുചോദ്യമാണ്, 1.5 കിലോമീറ്റർ അപ്പുറത്ത് പുള്ളിക്കട കോളനി പറഞ്ഞൊരു കോളനി ഉണ്ട്. 20 പേർക്കാണ് ഒരു കക്കൂസ്. 1200 കുടുംബം ദുരിതക്കയത്തിലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള പകർച്ചവ്യാധികൾ മൊത്തം പിടിവിട്ടുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. പിണറായി വിജയൻ അതിദരിദ്രരെ തുടച്ചു നീക്കി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മനുഷ്യരെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. മണ്ണ് വാരി തിന്നാത്ത ആളുകളെയാണോ നിങ്ങൾ ഈ അതിദരിദ്രർ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലായില്ല. നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി. പുള്ളിക്കട കോളനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നമുക്കറിയാം, അവരുടെ ദുഃഖം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാണ്. നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അവർക്കൊപ്പം നിന്നാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊല്ലത്തിനൊരു MP ഉണ്ട്. പുള്ളിക്കട കോളനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? റെയിൽവേ പുറമ്പോക്കിലാണ്. റെയിൽവേയുമായിട്ടുണ്ടാകുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. പുള്ളിക്കടയിലെ പുനരധിവാസം നടപ്പിലാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുമുള്ള തെറ്റായ ഇടപെടൽ, അതിന് യാതൊരു സമ്മർദ്ദവും നടത്താൻ കൊല്ലത്തിന്റെ MP തയ്യാറാകുന്നില്ല. അപ്പൊ UDF BJP ബാന്ധവമാണ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അത് MP ആണ് ചെയ്യേണ്ടത്. അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ്, റെയിൽവേയുടെ ഭൂമിയാണ്. MP കാരണമാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഒരു ജാള്യത എന്ന് പറഞ്ഞാൽ അതില്ല. ചിന്ത സൂചിപ്പിച്ചു പുള്ളിക്കട കോളനിയെ സംബന്ധിച്ച്. നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇത് തന്നെയല്ലേ പണി? ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. ഇനിയിപ്പോ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒരു മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കേരളത്തിൽ സംസ്ഥാനത്തിൽ പ്രത്യേക ഒരു ഭരണ സംവിധാനം? നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. കൊല്ലം കോർപ്പറേഷൻ 10-30 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇവരാണ് അവിടെ ഭരിക്കുന്നത്. ഇത്രയും 10-30 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഞങ്ങൾ കഴിവുകെട്ടവരാണെന്ന് സമ്മതിക്കണ്ടേ? പിന്നെ MP-യുടെ കഥയൊന്നും നമ്മൾ പറയരുത്. MP-യുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ കൊല്ലം എന്ന് പറയുന്ന എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ നോക്കിയിരിക്കുക. കാരണം അവരെവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ അന്നേരം പുള്ളി ഫ്ലെക്സ് വെക്കും. ഇങ്ങനെ ഫ്ലെക്സ് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിലുമാണ് കൊല്ലത്തിന്റെ MP. അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടൊരു പണി നടക്കത്തില്ല. നാടിനുള്ള നായ് ശല്യം എവിടെ ചെന്നാലും ഏത് ഭാഗത്ത് പോയാലും നായ് പേടിക്കാതെ പോകാൻ കഴിയാത്ത പട്ടി മാത്രമല്ല, പട്ടിശല്യം മാത്രമല്ല, കുറുക്കന്റെ ശല്യം ഉണ്ടെന്നപ്പോ തോന്നുന്നത്. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിനടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയാം. ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. പിന്നീട് ഒരു കാര്യം,
തളരരുത് രാമൻകുട്ടി, തളരരുത്. ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട് പുള്ളിക്കട നിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, കോളനി എന്ന് പറയുന്ന പദം മാറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾ നിരന്തരം കോളനി കോളനി എന്ന് വീണ്ടും അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ്. ചിന്ത, എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? അത് ഉത്തരം പറ. ഒരു സോളിഡ് പ്രൂഫ് ചിന്തയ്ക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുമോ? ചിന്ത, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ. കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. ചിന്ത ചോദിച്ചു, എത്ര കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? രേഖ കാണിച്ചു തരട്ടോ, വിവരാവകാശ രേഖ. നിന്റെ തെളിവുണ്ടാ? തന്റെ തെളിവുണ്ടാ? ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. എല്ലാം കയ്യിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അവരക്കമിട്ട് ഇത് വിവരാവകാശ പ്രകാരം എല്ലാവർക്കും, നാട്ടുകാർക്കെല്ലാം ഈ കിട്ടുന്ന ഫണ്ടുകളുടെയും അതിൽ എത്ര ചെലവാക്കിയെന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളല്ലേ ഇങ്ങനെ നിന്ന് മെഴുകാൻ? ഇതൊക്കെ കൊല്ലം കോർപ്പറേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ആദ്യം തന്നില്ല എന്ന് പറഞ്ഞു, തന്നതിന്റെ തെളിവ് കാണിച്ചപ്പോ പറയാ അത് ഔദാര്യമല്ല, അവകാശമാണ്. രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന് 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി 51 ലക്ഷത്തി 61,000. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ എന്നിപ്പോൾ തെളിവ് സഹിതമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരുമാതിരി ഈ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരല്ലേ എന്നുള്ള നിലവാരത്തിൽ കിടന്നുകൊണ്ട് ഒച്ച വെക്കുകയല്ല ചെയ്യേണ്ടത്. പ്രശ്നത്തിലേക്ക് വരുന്നു. ചിന്ത പറയൂ. ചിന്ത പറഞ്ഞോളൂ. ചിന്തയോടാണ് എല്ലാം ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന് ഔദാര്യം നൽകിയ കണക്കാണ് ചോദ്യകർത്താവ് പറയുന്നത്. കേരളവും കൊല്ലവും എല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്. ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ കോർപ്പറേഷനുകൾക്കും അവരുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പണം നൽകുക എന്നുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഭരണാധികാരികളും കേന്ദ്രത്തെ പോയി കണ്ട് നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് ലഭിക്കേണ്ടതിന്റെ 1/4 മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതും ഔദാര്യമായി കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതേ ചിന്തയോട് തിരിച്ചു ചോദിക്കാമല്ലോ. സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ AK സെന്ററിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ലോ. കേന്ദ്രം തരുമ്പോൾ അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതും സംസ്ഥാനം കൊടുക്കുമ്പോൾ അത് ഞങ്ങൾ സൗജന്യം കൊടുക്കുന്നതാണ് എന്നുള്ള ആ ചിന്താഗതി ഉണ്ടല്ലോ, അത് മാറ്റണം. ഇതെല്ലാം ജനങ്ങളുടെ നികുതിപ്പടമാണ്. കുറച്ച് വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെയൊക്കെ ഭാഗമായി പോയി. അപ്പൊ ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് പരിതാപകരമാണ്. പാവപ്പെട്ടവന് പൊതിച്ചോറുകൾക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത്. ഏതൊരു വകുപ്പിനെ സംബന്ധിച്ചുള്ള എന്ത് ചർച്ചകൾ വന്നാലും അവിടെ നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏക സംഭവം എന്താ? DYFI പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ? അത് DYFIയുടെ ഓഫീസുകളിൽ അവർ അടുപ്പ് കൂട്ടിയിട്ട് ചോറും കറിയും വേവിച്ച് പൊതികളാക്കി കെട്ടി ദേശാഭിമാനി പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാം അത് DYFIയുടെ പൊതിച്ചോറാണെന്ന്.
നാട്ടുകാർ കൊടുക്കുന്ന പൊതിച്ചോറ് കാണിച്ചിട്ട് മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ? അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന, നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ അത് കൊട്ടിഘോഷിക്കുന്ന ആളുകളല്ലേ? ആ ആളുകളാണ് ഒരു പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം കിട്ടുന്ന ഒരു കട്ടിലിലോ അതിലോ ഇതിലോ ഇവരുടെ സ്റ്റിക്കർ ഉണ്ട് എന്ന് പറയുമ്പോൾ അതില് തിളയ്ക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് എന്താ, ആവാസ് യോജന. അതിന്റെ ഉൾഭാവം എന്ന് പറയുന്നത് ഈ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് EMS. ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തും. അതിന്റെ ഉത്ഭവം EMS ഭവന പദ്ധതി എന്നാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പേര് മാറ്റി ഇട്ടത് കൊണ്ട് അതിന്റെ ഉത്ഭവം നിങ്ങളായിട്ട് സൃഷ്ടിച്ചായിട്ട് വരില്ല. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. ശരി, എന്റെ പൊന്നു സഹോദരി, ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നത് അത് നിങ്ങൾ പറയാൻ അംഗീകരിക്കുക. EMS എന്നാണ് സഹോദരി കേന്ദ്രം ഭരിച്ചത്. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. ഇപ്പൊ ആകെ ഇവിടെ ഉള്ളു കനലൊരു തരി ബീഹാറിലും കെട്ടു, കനലൊരു തരി കെട്ടു. രാജ്യം ഭരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് EMSന്റെ പേര് കേന്ദ്രത്തിൽ വരുന്നത്? സുസ്ഥിരമായ ഡെവലപ്മെന്റ് ആണ്. ഇവര് കൊല്ലം തോട് നവീകരണം പറഞ്ഞ് 20 കോടി രൂപ പാഴാക്കി. അഷ്ടമുടി കായലില് മഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടെൻഡർ വെച്ചിട്ട് മാലിന്യം മൊത്തം മാറി കരയ്ക്ക് വെക്കും. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒഴുകി വീണ്ടും കായലിലേക്ക് പോകും. വീണ്ടും ഇത് വാരാൻ പൈസ ചെലവാക്കും. ഇങ്ങനെയുള്ള വികസനമാണ്. ഇവൻ പോക്കാം.